ട്രാൻസിസ്റ്ററുകളുടെ പ്രധാന തരംതിരിവ്. പ്രധാനമായും രണ്ട് തരം ട്രാൻസിസ്റ്ററുകളാണ് ഉള്ളത്. ഒന്ന്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ, N ടൈപ്പ്, P ടൈപ്പ്, N ടൈപ്പ് സെമി കണ്ടക്ടറുകൾ അടുക്കടുക്കായി ക്രമീകരിച്ചിരിക്കുന്നു. NPN ട്രാൻസിസ്റ്ററിൽ ഇലക്ട്രോണുകളാണ് പ്രധാന കറന്റ് കാരിയറുകൾ. PNP ട്രാൻസിസ്റ്റർ, P ടൈപ്പ്, N ടൈപ്പ്, P ടൈപ്പ് സെമി കണ്ടക്ടറുകൾ അടുക്കടുക്കായി ക്രമീകരിച്ചിരിക്കുന്നു. PNP ട്രാൻസിസ്റ്ററിൽ ഹോൾസുകളാണ് പ്രധാന കറന്റ് കാരിയറുകൾ. രണ്ട്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, FET ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. MOSFET മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇവ വോൾട്ടേജ് ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുന്നു. ട്രാൻസിസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ട്രാൻസിസ്റ്ററുകളുടെ അടിസ്ഥാന പ്രവർത്തനം ഒരു സ്വിച്ച് പോലെയാണ്. ഒരു ചെറിയ സിഗ്നൽ ഉപയോഗിച്ച് വലിയ സിഗ്നലിനെ ഓൺ/ഓഫ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ അളവ് നിയന്ത്രിക്കുക എന്നതാണ് ട്രാൻസിസ്റ്റർ ചെയ്യുന്നത്. ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനം നോക്കാം. ഒന്ന്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യുക. എമിറ്ററിലേക്കും ബേസിലേക്കും ഒരു ചെറിയ വോൾട്ടേജ് നൽകുന്നു. ഇത് N ടൈപ്പ് എമിറ്ററിലെ ഇലക്ട്രോണുകളെ P ടൈപ്പ് ബേസിലേക്ക് ഒഴുകാൻ സഹായിക്കുന്നു. രണ്ട്, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്യുക. ബേസിനും കളക്ടറിനും ഇടയിൽ ഒരു വോൾട്ടേജ് നൽകുന്നു. ഇത് എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ കളക്ടറിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. മൂന്ന്, പ്രവാഹം നിയന്ത്രിക്കപ്പെടുന്നു. ബേസിലേക്ക് നൽകുന്ന ഈ ചെറിയ കറന്റ് കളക്ടറിലൂടെ ഒഴുകുന്ന വലിയ കറന്റിനെ നിയന്ത്രിക്കുന്നു. ബേസിലെ കറന്റ് വർദ്ധിപ്പിക്കുമ്പോൾ കളക്ടറിലെ കറന്റും വർദ്ധിക്കുന്നു. ഇത് ഒരു ആംപ്ലിഫയറായി ട്രാൻസിസ്റ്ററിനെ പ്രവർത്തിപ്പിക്കുന്നു. ബേസിലെ കറന്റ് കുറയ്ക്കുമ്പോൾ കളക്ടറിലെ കറന്റും കുറയുന്നു. ഇത് ഒരു സ്വിച്ചായി ട്രാൻസിസ്റ്ററിനെ പ്രവർത്തിപ്പിക്കുന്നു, ഓൺ ഓഫ്. ചുരുക്കത്തിൽ, ട്രാൻസിസ്റ്റർ എന്നത് ഒരു ചെറിയ സിഗ്നലിന്റെ സഹായത്തോടെ ഒരു വലിയ വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സെമി കണ്ടക്ടർ ഉപകരണമാണ്. ഈ കഴിവാണ് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, TV കൾ തുടങ്ങി എല്ലാ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തിന് അടിസ്ഥാനം.